നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കൊരട്ടിക്കര ഐഫ ഫർണിച്ചർ ഷോറൂമിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. ഇടറോഡിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിച്ച ശശിധരന്റെ ബൈക്കിൽ ചങ്ങരംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ശശിധരനെ കാർ യാത്രക്കാർ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മരപ്പണിക്കാരനായ ശശിധരൻ ജോലിക്ക് പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. അംബികയാണ് ഭാര്യ. സനു, സഞ്ജു, അമ്പിളി എന്നിവർ മക്കളാണ്. തൊഴിയൂരിൽ 40 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ഒട്ടത്തയിൽ വീട്ടിൽ 30 വയസ്സുള്ള മുബഷിറാണ് അറസ്റ്റിലായത്. 40 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, TR സുനിൽ, അബ്ദുൾ റഫീഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അനുസരണം 40 ഗ്രാമോളം MDMA 28-ാം തീയതി, അതായത് ഇന്നലെ നമ്മൾ ചാവക്കാട് റേഞ്ച് ഓഫീസ് കണ്ടെടുത്തിട്ടുള്ളതാണ്. അതിൽ പ്രതിയുടെ പേര് ചാവക്കാട് താലൂക്ക് പൂക്കോട് വില്ലേജ് തൊഴിയൂർ ദേശത്ത് ഒട്ടത്തയിൽ വീട്ടിൽ മൊയ്തുട്ടി മകൻ മുബാഷിർ എന്നാണ്. ഇയാൻ കന്നുകാലികളെ പല ജില്ലകളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടിരുന്നതും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായിട്ട് MDMA-യുടെ ഉപയോഗം കൂടി വരുന്നതായിട്ട് ചാവക്കാട് റേഞ്ച് ഓഫീസിന് പരാതി ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാനെ നമ്മൾ പിടിച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഡിജിറ്റൽ സർവേ സംവിധാനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ സന്ദർശനം നടത്തി. കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനത്തെ അഭിനന്ദിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ മടങ്ങിയത്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഭൂമി ദേശീയ കോൺക്ലേവിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ജില്ലയിലെ ഡിജിറ്റൽ സർവേ നടക്കുന്ന എടക്കഴിയൂർ വില്ലേജ് സന്ദർശിച്ചു. 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഡിജിറ്റൽ സർവേ സംവിധാനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി. ഇതിനു മുന്നോടിയായി തൃശൂർ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി ഉദ്യോഗസ്ഥ സംഘം കൂടിക്കാഴ്ച നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡിജിറ്റൽ സർവേ പ്രക്രിയയെക്കുറിച്ച് സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥ സംഘത്തിന് ഉപഹാരം നൽകി. കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനം വളരെ കാര്യക്ഷമവും നൂതനവുമാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിൽ നിന്നുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖർ, ജാർഖണ്ഡ് അണ്ടർ സെക്രട്ടറി ശങ്കർ കുമാർ, അരുണാചൽ പ്രദേശ് ഡയറക്ടർ പാഗലി സോറ, അരുണാചൽ പ്രദേശിലെ ജില്ലാ ലാൻഡ് റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് ഓഫീസർ പൂട്ടോം ടാക്കു, തെലങ്കാന സെക്രട്ടറിയും CMRO പ്രോജക്ട് ഡയറക്ടറുമായ മാണ്ട മകരണ്ടു എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘമാണ് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പുന്നയൂരിൽ എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാർ എന്നിവർ ചേർന്ന് സംഘത്തിന് സ്വീകരണം നൽകി. സബ് കളക്ടർ അഖിൽ വി മേനോൻ, സർവേ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KK സുനിൽ, ഡെപ്യൂട്ടി ഡയറക്ടർ S അൻസാദ്, അസിസ്റ്റന്റ് ഡയറക്ടർ മോനിക്കുട്ടൻ തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചിരുന്നു. പൊന്നിയൂർകുളം തൃപ്പറ്റ് ശിവക്ഷേത്രത്തിലെ 200 വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. ഞായറാഴ്ച രാവിലെ 6:30 ആൽമരം കടപുഴകിയത്. 2 വർഷം മുമ്പ് വലിയ കൊമ്പ് ഒടിഞ്ഞു വീണിരുന്നു. 1996-ലാണ് ആൽത്തറ കെട്ടി ഇന്ന് കാണുന്ന രീതിയിൽ മരം സംരക്ഷിച്ചിരുന്നത്. ആൽമരത്തിനിടയിൽ വലിയ പനമരവും മറ്റ് വള്ളിച്ചെടികളും ഉള്ളതിനാൽ ഇടതൂർന്നു നിൽക്കുന്ന കൊമ്പുകൾക്കിടയിൽ പറവകളുടെ സ്ഥിരതാമസ കേന്ദ്രവും കൂടിയാണ് ഈ ആൽമരം. ക്ഷേത്രത്തിന് സമീപത്തെ ഓഫീസ് മുറിയോട് ചേർന്നാണ് മരം വീണത്. സംഭവ സമയം ഭക്തരാരും പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. മലപ്പുറം കരുവാരകുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവാരകുണ്ട് കമ്പിപ്പാലത്തിങ്കൽ പൊളിക്കാത്തൊടിയിൽ
മുജീബ് മുസ്ലിയാരുടെ മകൻ 2.5 വയസ്സുള്ള നഫ്ലാനാണ് മരിച്ചത്. നഫ്ലാന്റെ മാതാപിതാക്കളായ മുജീബ് മുസ്ലിയാർ, ഭാര്യ സഫിയ എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു. കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്താണ് അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിരെ ദിശയിൽ നിന്നും വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ കരുവാരകുണ്ട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഫ്ലാൻ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുജീബ് മുസ്ലിയാരെയും ഭാര്യ സഫിയയെയും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷക സംഘം കാട്ടകമ്പാൽ മേഖലാ സമ്മേളനം നടത്തി. ചിറക്കൽ ജോസ് കല്യാണ മണ്ഡപത്തിൽ MK വാസു നഗറിൽ നടന്ന സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ V സുരേഷ് കുമാർ രക്തസാക്ഷി പ്രമേയവും EA മൊയ്തുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സപ്ലൈകോ സംഭരിച്ച നെൽവില സമയബന്ധിതമായി കർഷകർക്ക് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മളുണ്ടാക്കുന്ന വിളകൾ നമ്മൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. കുന്നമ്പളത്തുണ്ടാക്കുന്ന അടയ്ക്ക നമ്മൾ മാത്രം ഉണ്ടാക്കുന്നതല്ലല്ലോ, ഇന്ത്യയുടെ പുറത്തും ഉണ്ടാവുന്നുണ്ട്. ലോകത്ത് നമ്മളുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്. അവിടെയൊക്കെ നമ്മളെക്കാൾ ഉൽപ്പാദന ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുന്നത്. അത്തരം ഉൽപ്പാദന ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇഷ്ടംപോലെ ഇന്ത്യൻ മണ്ണിലേക്ക് വന്നാൽ ഇന്നുണ്ടാവും നമ്മുടെ കമ്പോളം ഇടിയും. അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര കമ്പോളം സംരക്ഷിക്കാൻ, കർഷകരുടെ ഉൽപ്പന്നത്തിന് വളരെ വലിയ തോതിലുള്ള വിലയിടിവ് സംഭവിക്കാതിരിക്കാൻ അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നടപടിയാണ് ഇറക്കുമതി ചുങ്കം. കേരള കർഷക സംഘം ചൂണ്ടൽ മേഖലാ സമ്മേളനം നടന്നു. വെട്ടുകാട് ക്ഷീരസംഘം ഹാളിൽ സജ്ജമാക്കിയ PK മാധവൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ലക്ഷ്മി നാരായണൻ രക്തസാക്ഷി പ്രമേയവും VR പ്രമോദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PK വത്സൻ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി CS രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ M പീതാംബരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളന പ്രതിനിധികൾക്കുള്ള കുരുമുളക് തൈ വിതരണം CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ നിർവഹിച്ചു. കർഷക സംഘം മുഖമാസികയായ കർഷകനാദത്തിന്റെ വരിക്കാരുടെ ലിസ്റ്റും വരിസംഖ്യയും TV ഹരിദാസ് ഏറ്റുവാങ്ങി. TP റാഫേൽ, TA ഫൈസൽ, PS സന്ദീപ്, സബിത ഉണ്ണികൃഷ്ണൻ, PS ഷാജു എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PK വത്സൻ പ്രസിഡന്റ്, CS രാജേഷ് സെക്രട്ടറി, TA ഫൈസൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തിരഞ്ഞെടുത്ത 7ാം കൗൺസിലിന്റെ കുന്നംകുളം താലൂക്ക് കൗൺസിൽ അംഗങ്ങളുടെ സംഗമം നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മണലൂർ MLAയും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് NB ബിജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന കൗൺസിൽ അംഗം TK വാസു വിശദീകരിച്ചു. താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജൻ എലവത്തൂർ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി T രാജഗോപാൽ സ്വാഗതവും താലൂക്ക് വൈസ് പ്രസിഡന്റ് ഓമന ബാബു നന്ദിയും പറഞ്ഞു. വായനോത്സവ വിജയികൾക്ക് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തിപ്പിലശ്ശേരി സെന്ററിന് സമീപം റോഡ് തുടങ്ങുന്നിടത്ത് വലിയ വെള്ളക്കെട്ടാണ്. ശക്തമായ മഴയുള്ള സമയത്ത് ALP സ്കൂളിലേക്കുള്ള കുട്ടികൾ മുട്ടോളം വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ്. പള്ളിക്കുളം വരെ 2 കിലോമീറ്ററോളം ഇതേ സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡും തകർന്നു കിടപ്പാണ്. അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ് പുതുക്കി പണിതപ്പോൾ ആവശ്യത്തിന് കാനകൾ നിർമ്മിക്കാത്തതിനാൽ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് കോടതിപ്പടി റോഡിലേക്കാണ്. അതായത് ഈ വഴി വളരെ മോശം. സ്കൂൾ കുട്ടികളുടെ ടൈം ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ പോകുമ്പോൾ കണ്ടില്ലേ, ആ സ്കൂൾ വിട്ട് പോകുന്ന ആ കുട്ടി പോകുന്നത് കണ്ടില്ലേ, സൈഡ് കൂടെ പോകണം. യൂണിഫോമൊക്കെ നനഞ്ഞിട്ടൊക്കെയാണ് ഈ കുട്ടികൾ പോകുന്നത്. ഇപ്പോൾ ഒന്ന് ഇതാക്കിയത്. അപ്പോൾ ആകെ യാത്ര ചെയ്യാനൊക്കെ വളരെ പ്രയാസമാണ്. അപ്പം അതിൻ്റെ പേരിൽ ഇത് രാഷ്ട്രീയക്കാർ ആരൊക്കെ ഇടപെട്ടിട്ടൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതുകൊണ്ടുള്ള കുഴികൾ വേറെയും. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഫലമുണ്ടായില്ല.
മഴക്കാലം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ റോഡുകൾ പുതുക്കിപ്പണിയാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നാട്ടുകാരുടെ യാത്രാദുരിതം തുടരും. വേലൂർ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് നവീകരണ കലശം നടത്തിയിട്ടുള്ളത്. ദേവീഹിതം ആരാഞ്ഞതിൽ ശ്രീകോവിൽ പുനരുദ്ധാരണവും കൊടിമര പുനർപ്രതിഷ്ഠയും നവീകരണ കലശവും ഉടൻ നടത്തണമെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് യജ്ഞം നടത്തുന്നത്. തെക്കേമഠം ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ദേശവാസികൾ പങ്കാളിയായ കമ്മിറ്റിയാണ് പരിപാലനം നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ അനുജ്ഞ പൂജ നടന്നു. തുടർന്ന് ഭക്തജനങ്ങളുടെ നാമജപ പ്രദക്ഷിണവും നടന്നു. കമ്മിറ്റി പ്രസിഡന്റ് മാടാവ് നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സൗപർണിക, PV സജീവ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. എടക്കളത്തൂർ കലാകായിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഡെലിഗേറ്റ് പാസ് വിതരണോദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കലിന് നൽകി നിർവഹിച്ചു. നാടകോത്സവം ജനറൽ കൺവീനർ ഷാജു എടക്കളത്തൂർ സന്നിഹിതനായിരുന്നു. അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 38ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഓഗസ്റ്റ് 17 മുതൽ 26 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ സജ്ജമാക്കുന്ന വേദിയിലാണ് നടക്കുന്നത്. കേരളം ഭരണമാറ്റത്തിന് വിധിയെഴുതിയത് ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളുടെ നല്ല പാതകൾ സൃഷ്ടിച്ച് താഴെത്തട്ടിലും ഭരണസാരഥ്യം തിരിച്ചുപിടിക്കാൻ പ്രവർത്തകർ സജ്ജരാകണമെന്ന് മുൻ MLA PA മാധവൻ ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഡ് പ്രസിഡന്റുമാർക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടിക്ക് തുടക്കമായത്. മുൻ നഗരസഭാ വൈസ് ചെയർമാൻ വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പുതിയ മണ്ഡലം ഭാരവാഹികളെയും വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും PA മാധവൻ ഉപഹാരവും OKR മണികണ്ഠൻ മധുരവും നൽകി സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ഗുരുവായൂർ മണ്ഡലം ഇൻചാർജ് K നവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നേതാക്കളായ R രവികുമാർ, KP റഷീദ്, ബാലൻ വാർനാട്ട്, CS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം അങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു. മുതിർന്ന കർഷകൻ സയ്യിദ് മുഹമ്മദ് പതാക ഉയർത്തി. കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ട്രഷറർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ അധ്യക്ഷനായി. ചെയർമാൻ PC അബാൽമണി, കൺവീനർ NB ബിജു, MS സിദ്ധൻ, PT ജോസഫ്, B ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം പുന്നയൂർ സൗത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം കാജ കമ്പനി പരിസരത്ത് സഖാവ് മുഹമ്മദ് നഗറിൽ നടത്തി. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുതിർന്ന അംഗം V മുഹമ്മദ് അലി പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. തുടർന്നു നടത്തിയ പ്രതിനിധി സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. കർഷകരും കർഷക സംഘടനയും നാഭീനാള ബന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചേമ്പിലയിലൊഴിച്ച വെള്ളം പോലെയിരിക്കും. ലോകത്ത് എന്തു നടന്നാലും അത് കർഷകരെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നതെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടന എപ്പോഴും കൂടെയുണ്ടാവണമെന്നും AS കുട്ടി പറഞ്ഞു. കൃഷിക്കാരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. കർഷക പ്രശ്നങ്ങൾക്ക് നാം ചെവി കൊടുക്കേണ്ടതുണ്ട്. അത് പരിഹരിക്കാൻ കഴിയാവുന്നത്ര അതാത് തലത്തിലും അതിന് മേലെയുള്ള തലത്തിലുമെല്ലാം പരിശ്രമം ഉണ്ടാകണം. അപ്പോൾ കർഷകരും കർഷക സംഘടനയും തമ്മിൽ ഒരു നാഭീനാള ബന്ധം വേണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ ചേമ്പിലയിൽ വെള്ളമൊഴിച്ചു പോലെ, വെള്ളം ഒഴിച്ചു അതങ്ങനെ അപ്പം തന്നെ ഒലിച്ചു പോകും. അപ്പം ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ സംഘടനയ്ക്ക് പ്രസക്തി ഉണ്ടാവൂ. പൊന്നയൂർ സൗത്ത് മേഖലാ പ്രസിഡന്റ് മജീദ് കടവന്തോടിന്റെ അധ്യക്ഷതയിൽ വിക്രമൻ താമരശ്ശേരി രക്തസാക്ഷി പ്രമേയവും രജനി ടീച്ചർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ, സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച വ്യക്തികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ആദരം 2025 സംഘടിപ്പിച്ചിരുന്നു. CCC ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഭാർഗവൻ പള്ളിക്കര അനുസ്മരണവും നാടകാവതരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷനായി.
വർക്കിംഗ് പ്രസിഡന്റ് ലത്തീഫ് മമ്മിയൂർ ആമുഖ പ്രഭാഷണവും വാർഡ് കൗൺസിലർ KPA റഷീദ്, പ്രേമാനന്ദൻ, രാംദാസ് പുന്നീർകുളം, PI ആൻഡോ, ശശിധരൻ കൊട്ടാരക്കര, സാബു അരികന്നിയൂർ, സുന്ദരൻ പേരകം, വേണു ചെറായി, ജോസ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ചങ്കത്ത് സ്വാഗതവും ട്രഷറർ ഡേവിസ് ചുങ്കത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം എന്ന നാടകാവതരണവുമുണ്ടായി. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിക്കു കീഴിലുള്ള 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ, OJ ഷാജൻ, സലാം വെന്മേനാട്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യ സിബിൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, സുനിത രാജു, ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, ക്ഷീരസംഘം പ്രസിഡന്റ് AL ആന്റണി, മജീദ് പടുവിങ്കൽ, രാജൻ മാനങ്കാരി എന്നിവർ സംബന്ധിച്ചു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വാർഡിലെ വിശിഷ്ട വ്യക്തികളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് രൂപീകരണം ജില്ലാ പ്രസിഡന്റ് KM നിരൂപ് നിർവഹിച്ചു. കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റായി KJ ഷാജി, വൈസ് പ്രസിഡന്റ് NA ലിജോ, സെക്രട്ടറി PP അബ്ദുൾ ജബ്ബാർ, ജോയിന്റ് സെക്രട്ടറി MV ഗിരീഷ്, ട്രഷറർ ജിൽസ് V ജോഷി, ജില്ലാ എക്സിക്യൂട്ടീവ് CK ഫ്രാൻസിസ് എന്നിവരെ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി OJ ജിഷോ, ഓർഗനൈസിംഗ് എക്സിക്യൂട്ടീവ് KU മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാണിപ്പയ്യൂർ ശ്രീഭദ്ര പൂരാഘോഷ കമ്മിറ്റി അനുമോദിച്ചു. പ്രസിഡന്റ് പ്രതീഷ്, സെക്രട്ടറി ജിതിൻ, ട്രഷറർ ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ചരമം. കാട്ടകമ്പാൽ കിഴക്കുമുറി കോടഞ്ചേരി പരേതനായ കരിയൻ മകൻ കുട്ടിമോൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമിണിയാണ് ഭാര്യ. ഷീജ, ഷിബു, സിനി എന്നിവർ മക്കളാണ്. പെങ്ങാമുക്ക് മൂലേപ്പാട് മടിശ്ശേരി MK കുമാരൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് സ്വവസതിയിൽ നടക്കും. കാർത്തിയായനി ഭാര്യയും പ്രതാപൻ, സുരേഷ്, പ്രീത, പരേതയായ പ്രിയ എന്നിവർ മക്കളുമാണ്. എരനെല്ലൂർ മാരാത്ത് ഭാസ്കരൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രമാദേവിയാണ് ഭാര്യ. രമ്യ, രഞ്ജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.